ഹായ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഞാൻ വെറുതെ ഇങ്ങനെ ബ്ലാ 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോയിൽ. പക്ഷേ അതൊന്നും റെക്കോർഡായിട്ടുണ്ടായില്ല. പറഞ്ഞ ഇടയിലിടയിൽ റെക്കോർഡാവും, ഇടയിലിടയിൽ ബ്രേക്ക് ആവും, അങ്ങനെയായിരുന്നു. അത് ഞാൻ ആ സമയം തിരക്കിലായതുകൊണ്ട് ഞാൻ വീഡിയോ ചെക്ക് ചെയ്യാനും ഇരുന്നില്ല. ഞാൻ രാവിലെ ഒരു 9:30-10 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പറഞ്ഞ കുറേ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ എന്നെ പോലെ 12th ഗ്രേഡേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോകണോ, നിങ്ങൾ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, നിങ്ങളുടെ ട്യൂഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയ് മാസത്തിലാണ് എല്ലാവരുടെയും തുടങ്ങാറ്. പിന്നെ 11th ഗ്രേഡേഴ്സും പറയുക. അപ്പോൾ ഇവിടെ ഞാൻ സൺകീസ്റ്റ് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കിയതാണ്, പക്ഷേ കണ്ണൂരും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനി +1-ലുള്ളവരൊക്കെ കുറേ പേര് പഠിത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. എന്താ വെച്ചാൽ ഫൈനൽ എക്സാമിനല്ല, നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിനാണ് ശരിക്കും ബുദ്ധിമുട്ട് തോന്നുക. നിങ്ങളുടെ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാമല്ല, ഓണപരീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ മെയിൻലി ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നത്. ഞങ്ങൾ റിലയൻസ് ആട്ടോ പോയത്. റിലയൻസ് പറഞ്ഞാൽ അവിടെ സ്മാർട്ട് മാർട്ടിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ ഇങ്ങനെ ക്ലിപ്സിൻ്റെ ഒക്കെ സെക്ഷനിലൊക്കെ പോയി കറങ്ങി വെറുതെ എന്താ വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഗേൾസ് ആ വഴിക്കുന്ന അറ്റ്ലീസ്റ്റ് നോക്കെങ്കിലും ചെയ്യും, കുറച്ച് നേരമെങ്കിലും. വാങ്ങാനല്ലെങ്കിലും പോലും ഒന്ന് നോക്കിയിട്ടെങ്കിലും പോരും. ഞാൻ അങ്ങനെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നു. പിന്നെ ഓൾറെഡി വെക്കേഷനല്ലേ, ജസ്റ്റ് വീട്ടിൽ ചെന്നിട്ടൊന്നും ചെയ്യാനില്ല എനിക്ക്. അപ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പുറത്ത് പോകുമ്പോൾ ഇവിടെ സമ്മർ സെയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ ബോട്ടിൽസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. മെറ്റൽസും പ്ലാസ്റ്റിക്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗാലോൺ ബോട്ടിൽ എന്ന് പറയില്ലേ, പറഞ്ഞാൽ എൻ്റെ റൂമിലിരിക്കുന്ന ആ വലിയ ബോട്ടിലില്ല, അതാണ് വിളിക്കുക തോന്നുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ഈ കാണിച്ച സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു ഫാൻ്റെ സാധനം ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ അതിൽ ബബിൾസ് ഉണ്ടാവില്ല, അതിങ്ങനെ തിരിച്ച് കുറേ നേരം നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ ചെറിയ പ്രായത്തിൽ അത് കുറേ വാങ്ങി കളിക്കാറുണ്ടായിരുന്നു. പറഞ്ഞാൽ അവിടെ ആ ഫാനൊന്നും ഇല്ല കേട്ടോ, ബബിൾസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ആണല്ലോ ഇറങ്ങണേ. പിന്നെ പുറത്തുനിന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ഇപ്പോൾ ഫുഡ് കഴിച്ച് കഴിയാറായപ്പോഴാണ് ഓർമ്മ വന്നത് ആ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ കറങ്ങി അവസാനം ഞാൻ വീട്ടിലെത്തി. ഇപ്പോൾ ഞാൻ മൈക്ക് എടുക്കുക കേട്ടോ. എനിക്ക് എപ്പോൾ വീഡിയോ നോക്കി സംസാരിക്കണമെങ്കിലും ഇപ്പോൾ ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കണമെങ്കിലും എനിക്ക് മൈക്ക് കണക്ട് ചെയ്യണം. പറഞ്ഞാൽ ഇതുപോലെ വീഡിയോ പോകും, പക്ഷേ വോയിസ് ഇപ്പോൾ ഇടയിൽ ബ്രേക്ക് ആവുന്നത് ഇപ്പോൾ പുതിയ പ്രോബ്ലമാണത്. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു, ഫ്രഷ് ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനത്തെ പണികളൊന്നുമില്ല. ഇപ്പോൾ 1 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഉറങ്ങാൻ വിചാരിച്ച് ഇത്ര നേരത്തെ ഞാൻ ഉറങ്ങാറില്ല. അപ്പോൾ ഇപ്പോൾ ഫ്രീ ടൈം ആണല്ലോ, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ഇപ്പോൾ 10th കഴിഞ്ഞിരിക്കുന്നവർ ആ സ്റ്റുഡൻസ് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറേ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഹിന്ദിയും മലയാളത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു. +1-ൽ ഹിന്ദി മലയാളം അതിനെ കുറിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുക്കേണ്ട അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല വീഡിയോസിനെ താഴെ. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഒന്നിച്ചൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാതിരിക്കുക. എൻ്റെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറേ ടൈമായിട്ടോ, ഏകദേശം ഒരു 4:30 ആയി ടൈം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈവായിട്ട് നമ്മൾ ക്യാമറ നോക്കി ഇങ്ങനെ സംസാരിക്കുമല്ലോ, അത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. കുറേ ടേക്സ് എടുത്തതിന് ശേഷമാണ് അത് റെഡി ആവുക. എന്നിട്ട് 4:30 ആയാലും ഞാൻ കിടന്നുറങ്ങി. എന്നിട്ട് എണീറ്റിട്ട് എന്തോ ഒരു ഏകാന്തമായ ലോകത്തിലായിരുന്നു, ഒന്നും മനസ്സിലാവാത്ത ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ എന്തോ പോലെ ഇരിക്കില്ലേ, അങ്ങനെയൊക്കെ ഇരുന്നു. എന്നിട്ട് അമ്മ മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കേട്ടോ, മാംഗോ ഷേക്ക് ഉണ്ടാക്കി. ഈവനിങ് നിങ്ങൾ ബ്രെഡും ടോസ്റ്റ് ചെയ്തു കേട്ടോ. എണീറ്റ് ഉടനെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഷേക്ക് അങ്ങോട്ട് കുടിച്ചപ്പോൾ കുറച്ച് സമാധാനമായി. അപ്പോൾ എന്നിട്ടാണ് കുറച്ച് നേരം ഇരുന്നിട്ടാണ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തത്. അപ്പോൾ നോർമൽ ബ്രെഡ് അല്ല കേട്ടോ, ഇത് സാൻഡ്വിച്ച് ബ്രെഡായിരുന്നു. സാൻഡ്വിച്ച് ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല. സാധാരണ മറ്റേ ബ്രെഡിന് കുറച്ചുകൂടി മധുരം ഉണ്ടാവും, ഇത് കുറച്ചുകൂടി ഉപ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്ക് മറ്റേ ബ്രെഡാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് മാത്രമല്ല അമ്മയ്ക്ക് അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വാങ്ങി ചിലവാക്കിയേ പറ്റുള്ളൂ. ടേസ്റ്റ് മോശമാണെന്നല്ല, കുറച്ച് ഉപ്പ് പോലെ, എന്നാലും എനിക്ക് ഓക്കെ കേട്ടോ. എനിക്ക് സ്വീറ്റ് ഫുഡിനെക്കാട്ടിലും സ്പൈസി ഫുഡ്സാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, മാർക്കറ്റിൽ കൂടുതലും ഈ ബേക്കറിയിലൊക്കെ അങ്ങനത്തെ ഷുഗറി ഐറ്റംസിനല്ല കൂടുതലുള്ളത്. സ്പൈസി കുറവാണ് കമ്പാരിറ്റീവ്ലി. പിന്നെ എന്താ നൂഡിൽസ്, പൊട്ടാറ്റോ ചിപ്സ് അങ്ങനത്തെയൊക്കെയാണ്. സോൾട്ടി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ ചേച്ചി സ്കൂളിൽ വിട്ട് വരുമ്പോൾ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ബേക്കറി ഒന്നുമല്ല ഞാൻ കഴിക്കും. ഞാൻ ഇങ്ങനെ അപ്പോൾ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ രാത്രി വീണ്ടും വന്ന് കഴിക്കും. അങ്ങനെയാണ്. വൈകുന്നേരം ഒന്ന് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിലേക്ക് കയറി, പക്ഷേ അമ്മേനെ എല്ലാം ചെയ്തു. അപ്പോൾ ഞാൻ ഇറങ്ങി. ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ബ്രേസ്ലെറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ കാണുന്നില്ല, ഒരു ബ്ലാക്ക് കളറല്ല കേട്ടോ, ഒരു ബ്രൗൺ കളറിൽ വലിയ ബീഡ്സ് ആയിട്ടുള്ള ഒരു വുഡൻ കളറുള്ള ബീഡ്സ് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്ക് എന്താ നല്ലത് ഒരു പ്രത്യേക ഒരു ഭംഗിയല്ല, എനിക്കൊരു പ്രത്യേകത തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അമ്മയ്ക്കും ഇങ്ങനത്തെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് അങ്ങനത്തെ കളറിലുള്ള ബീഡ്സ് ഉണ്ടായിരുന്നു. സെയിം അല്ല, പിന്നെ എൻ്റെ ഓവർ ടൈം ഇങ്ങനെ കുറച്ചുകൂടി ഡാർക്കായി വന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി ലൈറ്റ് കളറാണ്. അപ്പോൾ അമ്മയ്ക്കും വേണം എന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് സെയിമായി തോന്നും. പിന്നീട് സമയം പോകുമ്പോൾ ചിലപ്പോൾ അതും ഇങ്ങനെ ഡാർക്ക് ആവുന്നുണ്ടാവും. എന്തായാലും അമ്മയ്ക്ക് എനിക്കിങ്ങനെ മാച്ചിങ് ആയിട്ട് ഇടാമെന്നൊക്കെ വിചാരിച്ചു. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മെയ് മാസത്തിലാട്ടോ. അപ്പോൾ മറ്റേ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും ഈ വീഡിയോ വരുന്നുണ്ടാവുക. അപ്പോൾ മെയ് മാസമായിട്ടും ഞാൻ ഇതുവരെയായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ തുടങ്ങണം, 12th ഗ്രേഡായി. ഇനിയിപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോടെ ലാസ്റ്റ് ഇയറിലെ സ്കൂളിൽ അപ്പോൾ കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ തുടങ്ങാൻ ഒരു മൂഡില്ല. അപ്പോൾ തുടങ്ങണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം.
അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ നോക്കി ഇരിക്കുകയായിരുന്നു. അപ്പോൾ മടുത്തു ഫോൺ നോക്കിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ കാണാൻ, എല്ലാം കണ്ടു തീർത്തുന്ന പറഞ്ഞാൽ സിനിമയൊന്നും ഞാൻ അങ്ങനെ ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കണ്ടു തീർത്തുന്ന്. അപ്പോൾ പ്രത്യേകിച്ച് പുതിയതൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. ഈ 2 ബുക്സ് ഉണ്ട്. ഒരെണ്ണം ചെറിയ ചെറിയ ചാപ്റ്റേഴ്സാണ്, അപ്പോൾ അത് വേഗം കഴിയും. മറ്റേത് വലിയ വലിയ ചാപ്റ്റർ. അപ്പോൾ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ കുറേ നേരം ഇരുന്ന് വായിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് വായിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ബുക്കൊക്കെ വായിച്ചിരുന്നു. എന്നിട്ട് ഞാൻ വേഗം തന്നെ കഴിക്കാൻ ചെന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഇനിയും ലേറ്റ് ആവും. ഓൾറെഡി ഞാൻ നൈറ്റ് ടൈം ഫുഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിക്കണത് പൊതുവെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ നൈറ്റ് ടൈം ഞാൻ രാത്രി കഴിക്കുന്ന ഫുഡ് പറയുന്നത് കുറച്ച് എനിക്ക് സ്പെഷ്യലാണ്. പറഞ്ഞാൽ ഞാനിങ്ങനെ ടാബൊക്കെ വെച്ച് അതിൽ വീഡിയോസൊക്കെ കണ്ട് സുഖമായിരുന്നു കഴിക്കില്ലാണ് പതിവ്. അതും എന്ത് വീഡിയോസാണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ മുക്ബാങ് വീഡിയോസൊക്കെ ഉണ്ടാവില്ല. പറഞ്ഞാൽ മറ്റുള്ളവരിങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഉണ്ടാവില്ല. അത് കാണുമ്പോൾ നമുക്കൊരു ടെംപ്റ്റേഷൻ ആയിരിക്കും കഴിക്കണം എന്നൊക്കെ. ഇങ്ങനെ സ്കൂൾ ടൈമൊക്കെ ഉള്ള സമയം ഇങ്ങനെ പഠിച്ചതിന് ശേഷം കുറേ ലേറ്റ് അയച്ചപ്പോൾ എനിക്ക് മടി തോന്നും കഴിക്കാൻ, ഇന്നിപ്പോൾ വേണ്ടാന്ന് വിചാരിക്കും. പക്ഷേ ആ സമയം ഞാനിങ്ങനെ വീഡിയോസ് കണ്ടാൽ ഞാൻ കഴിക്കും. പക്ഷേ അങ്ങനെ മീൽസ് സ്കിപ്പ് ചെയ്യാതെ എനിക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ. അപ്പോൾ ഞാൻ ചോപ്സ്റ്റിക്കൊക്കെ വെച്ചിട്ടാട്ടോ കഴിക്കണത്. രാത്രി ഫുഡ് പറയുന്നത് പൂളക്കിഴങ്ങും പിന്നെ നമ്മൾ പുളിയും പച്ചമുളകും ചെറിയുള്ളി അരച്ചിട്ട് അവസാനം ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി പോലെ കഴിക്കില്ല, അതായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത് വെച്ചാൽ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ ചോപ്സ്റ്റിക്കൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഞാൻ ഫുൾ കംപ്ലീറ്റ് കഴിക്കും. എന്താ ഇഷ്ടം വെച്ചാൽ ഓരോരുത്തർക്ക് ഒരു പ്രത്യേകത ഉണ്ടാവില്ല, ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ചോപ്സ്റ്റിക്കൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ കാണുന്ന വീഡിയോസിലായാലും അങ്ങനത്തെ അവരൊക്കെ ഇങ്ങനെ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുമ്പോൾ എനിക്കൊരു ജസ്റ്റ് ഒരു തോന്നൽ എനിക്കും കഴിക്കണം എന്നൊക്കെ അങ്ങനെ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.